നമസ്കാരം. വളരെ സന്തോഷത്തോടെയും അല്പം ദുഃഖത്തോടെയുമാണ് ഞാൻ ഈ പുസ്തകം പ്രകാശിപ്പിച്ചത്. സന്തോഷം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ദുഃഖവും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം MT നമ്മുടെ ഇടയിലില്ല. ഞാൻ പലതവണ തുഞ്ചൻ പറമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് ആദ്യമായിട്ട് MT ഇല്ലാത്ത തുഞ്ചൻ പറമ്പിൽ വന്നു. അതുകൊണ്ടായിരിക്കാം ഇവിടെ കാലിൽ കുത്തിയപ്പോൾ മനസ്സിൽ ചെറിയൊരു വിറയലുണ്ടായിരുന്നു. കാരണം MT ഇല്ലാത്ത തുഞ്ചൻ പറമ്പ് സങ്കല്പിക്കുവാൻ പ്രയാസമാണ്. പക്ഷെ അത് സംഭവിച്ചു. ഇനി അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ട്. ഇപ്പം MTയുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ ആത്മബന്ധമുണ്ട്. MTയുടെ അനുഗ്രഹത്തോടെ MTയുടെ നിഴലിൽ നടന്നാണ് ഞാൻ ഇത്തിരി വലിയ ഒരു എഴുത്തുകാരനായത്. അതിൽ MTക്ക് എന്നെ എഴുത്തുകാരനാക്കുന്നതിൽ MTക്ക് വലിയൊരു പങ്കുണ്ട്. ഞാനിപ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. വളരെ വളരെ കാലം മുമ്പ് ഞാൻ ആദ്യമായി MTയെ കാണാൻ പോയത് മാതൃഭൂമി ഓഫീസിൽ. ഞാൻ ഡൽഹിയിൽ നിന്ന് അവധിയിൽ വന്നപ്പോൾ പോയതാണ് MTയെ കാണാൻ. ഇപ്പോൾ അവിടെ MT കുറേയധികം കടലാസുകൾ, മുമ്പിൽ കുറേയധികം കടലാസുകളുടെ വലിയൊരു കൂമ്പാരം, ഒരു കുന്നുണ്ട്. അതിൻ്റെ മറവിലിരിക്കുകയാണ്, ബീഡി പുകച്ചുകൊണ്ട്. മുമ്പിൽ അല്പം പകുതി കുടിച്ച ചായ ഉണ്ട് ഒരു ഗ്ലാസ്. അവിടെ അന്ന് MTയോട് അങ്ങനെയാണ് ഞാൻ MT ആദ്യമായിട്ട് കാണുന്നത്. അധികമൊന്നും സംസാരിച്ചില്ല. MT പൊതുവെ സംസാരിക്കില്ലല്ലോ, പക്ഷേ ഞാനും ഒട്ടും സംസാരിച്ചില്ല. ഞാൻ സംസാരിക്കാത്ത ആളല്ല, പക്ഷെ ഭയം കൊണ്ടായിരുന്നു സംസാരിക്കാൻ വരുന്നത്. ഭയം കൊണ്ടും ഭഗവാനെ കൊണ്ടും ആശങ്ക കൊണ്ടും ഒക്കെ. പക്ഷെ നിശബ്ദമായിട്ട് ഞാൻ MTയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരുപക്ഷെ MTയും അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം കുറച്ചു നേരം അവിടെ ഇരുന്ന ശേഷം ഞാൻ യാത്ര പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ ഇങ്ങനെ MTയുടെ ജീവചരിത്ര പുസ്തകം ഞാൻ പ്രകാശിപ്പിക്കുമെന്നുള്ളത്. അത് കാലം കരുതി വെച്ചതാണ്. MT എപ്പോഴും പറയാറുണ്ട്, എല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണുള്ളത്. കുറേ കാലത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും വളരെ മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇതും. പിന്നെ 2 പ്രാവശ്യം MT എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതെനിക്ക് മറക്കാൻ കഴിയാത്ത നിമിഷങ്ങളാണ്. ആദ്യത്തേത് അതും വളരെ വളരെ കാലം മുമ്പാണ്. ഒരുപക്ഷെ ഒരു 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരിക്കാം. ഞാനും പുനത്തൽ കുഞ്ഞുമ്പലും കൂടി MTയെ കാണാൻ പോയി. വളരെ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിലായിരുന്നു. മഹാറാണി ആണെന്നാണ് എനിക്ക് ഓർമ്മ. പിന്നെ കുറേ കാലം കഴിഞ്ഞ് വ്യക്തമായി ഓർക്കുന്നില്ല. അപ്പം ഞാൻ കുഞ്ഞമ്പലൂടെയും അവിടെ ചെന്നപ്പോൾ അവിടെ പട്ടത്തുള്ള കരുണാകരനും അരവിന്ദനും ഉണ്ടായിരുന്നു, MTയും ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതുപോലെ ഞാൻ ഭയപ്പെട്ട് മാറി നിന്നു. ഈ 3 മഹാരഥന്മാരുടെ ഇടയിൽ പിന്നെ അവരുടെ അടുത്തൊക്കെ പോകാൻ പോലും എനിക്ക് ഭയമായിരുന്നു. പക്ഷേ പുനത്തൽ കുഞ്ഞമ്പലിൻ്റെ നേരെ മറിച്ചായിരുന്നു. അവരുടൻ തന്നെ അവരുടെ ഇടയിലേക്ക് കരിച്ചെറിയും. അവരുമായിട്ട് ദീർഘകാലമായിട്ട് പരിചയമുള്ളതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ MT നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, കുറേ സംസാരിക്കുകയും പിന്നെ എന്നെ ഒരു കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ചേർത്ത് പിടിക്കൽ. ഏകദേശം എനിക്കറിയില്ല 5-6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ ഒരിക്കൽ കൂടി എന്നെ MT ചേർത്ത് പിടിച്ചു. അത് കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് മാതൃഭൂമി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ആ പുരസ്കാരം വേദിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ആ പുരസ്കാരം എനിക്ക് സമ്മാനിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി MT എന്നെ ചേർത്ത് പിടിച്ചു. ആ 2 നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ അമൂല്യങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്, മറക്കാൻ കഴിയാത്ത മുഹൂർത്തങ്ങൾ. പിന്നെ ഒരുപാട് അനുഭവങ്ങളൊന്നും എനിക്ക് MTയുമായി പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളൊരു പ്രധാന കാരണം ദൂരമായിരുന്നു. ഞാൻ ഡൽഹിയിലാണ്, അദ്ദേഹം ഇവിടെയാണ്. പക്ഷെ ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം അകലിൽ നിന്നുകൊണ്ടുള്ള
ഒരടുത്ത ആത്മബന്ധം എം ടിയുമായിട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നീട് ഈ പുസ്തകം ഇത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഏകദേശം 1.5 വർഷമായി ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു ഈ പുസ്തകം പുറത്തു വരുന്നത്. ഇതൊരു വലിയൊരു സംരംഭമാണ്. ശ്രീകുമാർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകം കയ്യിലെടുത്തപ്പോൾ എനിക്ക് കോരിത്തെരിപ്പുണ്ടായി. ഭംഗിയായിട്ടുള്ളൊരു പുസ്തകം. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എം ടിയെ ചേർത്ത് പിടിച്ച് ഈ പുസ്തകം കയ്യിൽ എടുത്തപ്പോൾ, കാരണം അത് എം ടി ആണ്, അതൊരു പുസ്തകമല്ല, അത് എം ടി ആണ്. അപ്പം അങ്ങനെ ഭംഗിയായിട്ടുള്ളൊരു പുസ്തകമാണ് ശ്രീകുമാറും മാതൃഭൂമിയും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു എം ടി പോലുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ച് ഒരു ജീവിതകഥ രചിക്കാൻ എളുപ്പമല്ല. കാരണം എപ്പോഴും ഈ വലിയ എഴുത്തുകാർ അവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കീർണതകളും ഒരുപാട് വൈരുദ്ധ്യങ്ങളും കൊണ്ടു നടക്കുന്നവരാണ്. വലിയ എഴുത്തുകാർ ഒരിക്കലും അവർക്ക് സുതാര്യമായിട്ടുള്ള ഒരു മനസ്സുണ്ടാകില്ല. കാരണം അവർ സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളുമാണ് ഒരു എഴുത്തുകാരനെ വലിയ എഴുത്തുകാരനാക്കുന്നത്. അല്ലാതെ എഴുത്തുകാരന് സുതാര്യമാണെങ്കിൽ, മനസ്സിൽ നിരാവെളിച്ചമുണ്ടെങ്കിൽ ഒരിക്കലും ആ എഴുത്തുകാരൻ വലിയ എഴുത്തുകാരനല്ല. അപ്പോൾ എല്ലാ വലിയ എഴുത്തുകാരും ദസ്തയേവ്സ്കി നോക്കൂ, എത്രമാത്രം സങ്കീർണതകളാണ്, എത്രമാത്രം വൈരുദ്ധ്യങ്ങളുണ്ട്. എത്ര കാലമായി നമ്മൾ ദസ്തയേവ്സ്കിയെക്കുറിച്ച് കേൾക്കുന്നു, വായിക്കുന്നു, പക്ഷെ ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല ആരാണ് എന്നുള്ളത്. അതുപോലെയുള്ള ഒരു സങ്കീർണതയും വൈരുദ്ധ്യങ്ങളും എല്ലാ വലിയ എഴുത്തുകാരിലുമുണ്ട്, എം ടിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ എഴുത്തുകാരെ കുറിച്ച് എഴുതുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള, ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സാധാരണഗതിയിൽ ജീവിത കഥകൾ എഴുതുന്നത് നമുക്കറിയാം എങ്ങനെയാണെന്ന്. നമ്മൾ വസ്തുതകൾ ശേഖരിക്കുന്നു, നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് ആ ആളെക്കുറിച്ചുള്ള വസ്തുതകൾ ശേഖരിക്കുന്നു, അന്വേഷിച്ചറിയുന്നു. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ജീവിതകഥ എഴുതുന്നത്. പക്ഷേ ശ്രീകുമാർ അങ്ങനെയല്ല. ശ്രീകുമാർ ദീർഘകാലം എൻ്റെ കൂടെ പിന്നെ ഈ തുഞ്ഞാൻപറമ്പിൽ തന്നെ പ്രവർത്തിച്ചാണ്, അടുത്തറിയുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് അതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ അടുത്തറിവ് വ്യക്തിമായി ഒരുപാട് കാര്യങ്ങൾ പങ്കിട്ടിട്ടുള്ള ഒരു അനുഭവം, അത് ഈ പുസ്തകത്തിന് ഒരു ജൈവ സ്വഭാവം നൽകുന്നുണ്ട്. അതൊരു ഓർഗാനിക് സ്വഭാവം ഈ പുസ്തകത്തിന് നൽകുന്നുണ്ട്. ഇത് വെറുതെ ഒരു അക്കാഡമിക് പുസ്തകമല്ല, അതിൽ ആത്മാവുണ്ട്. അത് ഇവർ തമ്മിലുള്ള വ്യക്തിയുമായിട്ടുള്ള ഈ ബന്ധമാണ്, ശ്രീകുമാറിനുള്ള ഈ ബന്ധം. ശ്രീകുമാറിന് മാത്രമാണ് ഇങ്ങനെ ഒരു പുസ്തകം പിന്നെ രചിക്കുവാൻ കഴിയുള്ളൂ, മറ്റാർക്കൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് എംടിയെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ അടുത്ത കാലത്തുള്ള ഒരു പ്രവണതയാണ് അവിടെ നിന്നും ഇവിടെ നിന്നും കുറിപ്പുകളും വസ്തുതകളൊക്കെ ശേഖരിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ, പിന്നെ ജീവചരിത്രം എന്ന പേരിലും അനുഭവങ്ങൾ എന്ന പേരിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എം ടി അറിയാനുള്ള ഒരു പുസ്തകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് നൽകിയതിൽ ശ്രീകുമാറിനെയും മാതൃഭൂമിയെയും നമ്മൾ തീർച്ചയായിട്ടും പിന്നെ അനുമോദിക്കണം. അപ്പോൾ ഈ പുസ്തകം നമ്മളെല്ലാവരും വായിക്കണം, നമ്മൾ കൂടെ കൊണ്ട് നടക്കണം. എനിക്ക് പുസ്തകം കിട്ടിയപ്പോൾ കയ്യിൽ പിടിച്ച് നടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് അത്രയധികം ഭാരമുണ്ടായിരുന്നു ആ പുസ്തകത്തിന്. ആ ഭാരം പുസ്തകത്തിൻ്റെതല്ല. പുസ്തകത്തിന് 1000 പേജുണ്ട്. 1000 പേജുകളുള്ള പുസ്തകങ്ങൾ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അത് കടലാസിൻ്റെ ഭാരമല്ല, അത് എം ടിയുടെ ഭാരമാണത്. ആ പുസ്തകത്തിലുള്ളത് എം ടിയുടെ ജീവിതത്തിൻ്റെ ഭാരമാണ്. അത് എനിക്ക് താങ്ങാൻ കഴിയില്ല. എം ടിയുടെ ജീവിതത്തെ എനിക്ക് കയ്യിൽ പിടിച്ച് നടക്കാൻ കഴിയില്ല, എം ടിയുടെ ജീവിതത്തെ എനിക്ക് കയ്യിൽ പിടിച്ച് വായിക്കാൻ കഴിയില്ല. അതിനെനിക്ക് ഒരുപാട് അധ്വാനം ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തകങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വലിയ എഴുത്തുകാരുടെ സ്വഭാവ വിശേഷങ്ങൾ പറഞ്ഞു. എം ടി എപ്പോഴും വലിയ എഴുത്തുകാരെപ്പോഴും ചില ആകസ്മികതകൾ ഒളിപ്പിച്ചു വെക്കും, പെട്ടെന്ന് അത് പുറത്തു വരും. അപ്പം അങ്ങനെയാണ് എം ടി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴിയിൽ കൂടെ എം ടി പെട്ടെന്ന് വഴിമാറി നടക്കുന്നത് കാണാം. അപ്പം അങ്ങനെയുള്ളൊരു നടത്തമാണ് അദ്ദേഹം പിന്നെ നിർമ്മാല്യ സിനിമയിൽ കൂടെ നിർവഹിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ എം ടി പെട്ടെന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് നടക്കുകയാണ്, ഒരു വെളിച്ചപ്പാട് സൃഷ്ടിക്കുകയാണ്. ബഗരിയുടെ മുകളിൽ തുപ്പുന്ന ഒരു നിഷേധിയായിട്ട് ഒരു വെളിച്ചപ്പാട് സൃഷ്ടിക്കുകയാണ്. അത്
ഒരു ആകസ്മികതയാണ്. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ വെളിച്ചപ്പാടും ആ ഒരു പ്രതിഷേധവും എംടിയുടെ എല്ലാ രചനകളും കാണാം. പക്ഷെ അത് മങ്ങിക്കിടക്കുകയാണ്. മിന്നാമിനിൻ്റെ വെളിച്ചം പോലെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ ആകസ്മികമായി ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ എം ടി ഇടത്തോട്ട് നടന്നു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും കരുതുന്നത് പോലെയല്ല എം ടിക്ക് തികഞ്ഞ സാമൂഹ്യ ബോധം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പറയും ഏകാഗിയായിരുന്നു എം ടി, ഏകാഗിയുടെ ശബ്ദമാണ് നമ്മൾ എം ടിയിൽ കേട്ടത്. അല്ല, എം ടി ഏകാഗി ആയിരിക്കാം, മൗനി ആയിരിക്കാം. പക്ഷെ എം ടിക്ക് നമ്മളിൽ പലർക്കും സാമൂഹ്യബോധമുണ്ടെന്ന് പറയുന്ന നമ്മളെപ്പോലെ പലർക്കും ഇല്ലാത്ത തരത്തിലുള്ള അത്രയും അഗാധമായിട്ടുള്ള ഒരു സാമൂഹ്യബോധം എം ടിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില നിമിഷങ്ങളിൽ പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് വരും. അങ്ങനെ ഒന്നാണ് എം ടിയുടെ അവസാന കാലത്ത് ഒരു സമ്മേളനത്തിൽ എം ടി വിമർശിച്ചത്. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയെ അതിതീവ്രമായ ഭാഷയിൽ എം ടി നമ്മളാരും പ്രതീക്ഷിക്കാത്തതുപോലെ ഒരു പെട്ടെന്ന് തന്നെ എം ടി ഇടതോട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ വലതോട്ട് തിരിഞ്ഞു നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എം ടി ഒരിക്കലും അങ്ങനെ ഏകാഗിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഏകാകിത്വം എഴുത്തുകാരന് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനത് നേരത്തെ ഞാൻ കുഞ്ഞത്തള്ളിയും എം ടി കണ്ടു എന്ന് പറയുന്ന ആ ഒരു കാലത്ത് അതേ അവസരത്തിൽ എം ടി എന്നോടും കുഞ്ഞത്തോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മൾ എഴുത്തുകാർ എപ്പോഴും അകൽച്ച സൂക്ഷിക്കണമെന്നുള്ളതാണ്. ആരിൽ നിന്നുള്ള അകൽച്ചയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അകൽച്ച സൂക്ഷിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ശബ്ദം ദുരുപയോഗം ചെയ്യുവാനുള്ളതല്ല, എല്ലായിടത്തും വിളിച്ച് പറയാനുള്ളതല്ല. നമ്മളിപ്പോൾ ഫാസിസത്തെക്കുറിച്ച് പറയും. ഫാസിസത്തെക്കുറിച്ച് ഒരുപാട് ശബ്ദായമാനമായ രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. വലിയ ഒച്ചകൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്, ഉയർന്ന ശബ്ദത്തിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എം ടി പ്രതികരിച്ചത് ഞാൻ മൃദുവായാണ്, മൗനത്തിൽ കൂടിയാണ്. അതാണ് എഴുത്തുകാരൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ പ്രതിരോധം എന്നുള്ളത്. ശബ്ദം അധികം കേൾപ്പിക്കാനുള്ളതല്ല. ശബ്ദം എഴുത്തുകാരുടെ ശബ്ദം വളരെയധികം സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാനുള്ള നല്ല ഒരു ഗുണപാഠം അദ്ദേഹം നമുക്ക് അല്ലെങ്കിൽ എനിക്ക് നൽകിയിട്ട്, പക്ഷേ തൊട്ട് പറയാൻ എനിക്ക് നൽകിയ ആ ഒരു ഉപദേശം എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളായി മാറി. അത് എഴുത്തുകാരനെ നല്ലതല്ല. എഴുത്തുകാരൻ മൃദുവായി സംസാരിക്കേണ്ട ആളെയാണ്, മൗനം പാലിക്കേണ്ട ആളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ ഒരു ആകസ്മികത, പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി, അത് പല എഴുത്തുകാർക്കുമുണ്ട്. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ സുനിൽ മാസ്റ്ററോട് സംസാരിച്ച ഒരു വിഷയമുണ്ട്. അത് റൊളാൻ ബാർത്തിനെ കുറിച്ചാണ്. റൊളാൻ ബാർത്ത് നമുക്ക് സൈദ്ധാന്തികനാണ്, തത്വചിന്തകനാണ്, അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തെ നമ്മളെപ്പോഴും വലിയ ആദരവോടുകൂടി നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ റൊളാൻ ബാർത്ത് ഒരു പ്രണയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ആകസ്മികതയാണ്. ഈ സൈദ്ധാന്തികൻ തത്വചിന്തകൻ ഒരു നിമിഷം പെട്ടെന്ന് അവൻ്റെ വഴി മാറി, ഇതുവരെ താൻ നടന്നിരുന്ന വഴി മാറി. പ്രണയത്തെക്കുറിച്ചൊരു പുസ്തകമാണ് ലവേഴ്സ് ഡിസ്കോഴ്സ് എന്നൊരു പുസ്തകം. അതാണെങ്കിൽ പിന്നെ മറ്റ് പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പോലും എഴുതാൻ കഴിയാത്ത അത്രയും മനോഹരമായിട്ടാണ്. അതിലൊരു ചെറിയൊരു ഭാഗമാണ് കാത്തിരിക്കുക, വെയിറ്റിംഗ്. അതിലത്തെ ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സൈദ്ധാന്തികൻ, ഈ തത്വചിന്തകൻ പ്രണയത്തെ ഇങ്ങനെ ഉൾക്കൊണ്ടത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് ഈ കാത്തിരിപ്പ് എന്നുള്ളത് പിന്നെ എല്ലാ തത്വചിന്തയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രണയ സാഫല്യത്തിൻ്റെ അതിലേക്കുള്ള വഴിയിൽ ഒരു ദീർഘനിമിഷമാണ് കാത്തിരിക്കുക എന്നുള്ളത്. നമ്മളതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടത് സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോയിലാണ് കാത്തിരിക്കുക എന്നുള്ളത്. ആ കാത്തിരിപ്പിനെ ചെറിയ ഏതാനും വാചകങ്ങളിൽ തത്വചിന്താപരമായിട്ട് ഭ്രമാത്മകമായിട്ട് റൊളാൻ ബാർത്ത് അവതരിപ്പിക്കാനാണ്. അത് നമ്മൾ എം ടി ഇങ്ങനെ നേരെ പോകുമ്പോൾ പെട്ടെന്ന് വഴിമാറി പോകുന്നതല്ല, അതുപോലുള്ള ഒരു പ്രതിഭാസമാണത്. എല്ലാ വലിയ എഴുത്തുകാരും എല്ലാ വലിയ ചിന്തകരും ഇങ്ങനെ പെട്ടെന്ന് വഴിമാറി നടക്കുകയും ചില അത്ഭുതങ്ങൾ നമുക്ക് കാണിച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പുസ്തകം എം ടി മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് സഹായിക്കും. പക്ഷേ ഇത് അവസാന വാക്കല്ല. ഇതുപോലുള്ള എത്ര പുസ്തകങ്ങൾ എഴുതിയാൽ
എനിക്ക് തോന്നുന്നില്ല എം ടിയെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ എഴുത്തുകാരിൽ അത്രമാത്രം സങ്കീർണതകളുണ്ട്. പിന്നെ എം ടിക്ക് പിന്നെ ഈ ഒരു സുനിൽ മാഷ് പറഞ്ഞ തരത്തിലുള്ള ഒരു പ്രപഞ്ചബോധം അല്ലെങ്കിൽ സാമൂഹ്യബോധം അതൊക്കെ ലഭിക്കുവാൻ എനിക്ക് തോന്നുന്ന ഒരു ഘടകം, അതിനെ സഹായിച്ച ഒരു ഘടകം എം ടിയുടെ പരന്ന വായനയാണ്. നമ്മളൊരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുസ്തകങ്ങളാണ് എം ടി വായിച്ചിരുന്നത്. വളരെ കാലം മുമ്പ് ഞാൻ അറിഞ്ഞത് എം ടിയുടെ മകൾ സിതാര പിന്നെ അമേരിക്കയിൽ നിന്ന് ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഇപ്പം ഡോസ് പാസോസ് എന്നുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഒരിക്കൽ എം ടിയാണ് അദ്ദേഹത്തെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അങ്ങനെ നമ്മളാരും കേട്ടിട്ടില്ലാത്ത, നമ്മളാരും വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ എം ടി വായിക്കും. അങ്ങനെ ഒരു വായനയിൽ കൂടെ ഒരു വലിയൊരു അനുഭവ ലോകം എം ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഒരു എഴുത്തുകാരന് നമുക്ക് അനുഭവങ്ങൾ മാത്രം പോരാ, നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രം പോരാ, കേൾക്കുന്ന ശബ്ദങ്ങൾ മാത്രം പോരാ, പിന്നെ നമുക്ക് വായന ആവശ്യമാണ്, ആഴത്തിലുള്ള വായന ആവശ്യമാണ്. അങ്ങനെ അഗാധമായ ചിന്ത, വായന, ധ്യാനം, മൗനം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അത്ഭുതകരമായ ഒരു എഴുത്തിൻ്റെ ലോകമാണ് എം ടി സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എഴുത്ത് എം ടി മനസ്സിലാക്കുവാൻ ഈ ശ്രീകുമാറിൻ്റെ പുസ്തകം നമ്മൾ കുറേ സഹായിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അവസാന വാക്കല്ല ഇത്. ഇനി നമ്മൾ ശ്രീകുമാർ നമുക്ക് ഒരു വലിയൊരു പുസ്തകം നൽകി, അത് വായിക്കുക. ഇനി നമ്മൾ എം ടിയെ കണ്ടെത്തേണ്ടതിന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഓരോരുത്തരും എം ടിയെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്ന ഓരോ അറിവും നമ്മളെ പ്രചോദിപ്പിക്കും, നമ്മുടെ സമൂഹത്തെ പ്രചോദിപ്പിക്കും. അപ്പോൾ ഈ വലിയ എഴുത്തുകാരൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാൻ നമസ്കരിക്കുന്നു. എങ്ങനെയാണ് എനിക്ക് എം ടിയുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് എനിക്കൊരു അവസരം നൽകിയത് ഒരുപക്ഷെ ഈ ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു നിമിഷമാണ്. അതിന് ഞാൻ മാതൃകയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി നമ്മളുടെ ശ്രീകുമാറിൻ്റെ പുസ്തകം സംസാരിക്കും. ആ പുസ്തകം നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ പുസ്തകം എല്ലാവരും കയ്യിൽ വെക്കുക. നന്ദി.